ഈ വീട്ടില് എന്റെ ശിവണ്ണന്റെ ഓർമ്മകളുണ്ട്. ശിവയെക്കുറിച്ച് അന്വേഷിക്കുന്ന ശിവാനിയുടെ പെരുമാറ്റത്തിൽ സംശയിക്കുന്ന പിച്ചള, ജലജയുടെ ജാമ്യാപേക്ഷ തടയാൻ ശ്രമിക്കുന്ന മഹാദേവൻ തമ്പി, ശിവാനിയെക്കുറിച്ചുള്ള സംശയങ്ങൾ മനസ്സിനെ അറിയിക്കുന്ന പിച്ചള. തുടർന്ന് കാണുക. തമ്പി സാറേ, എന്തായി കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. നമ്മൾ തോറ്റെന്ന് പറഞ്ഞാ എന്താ സാറേ സംഭവിച്ചത്? അവക്ക് ജാമ്യം കിട്ടി. പണം തന്നെ ജയിച്ചു. നന്മയും സത്യവും വീണ്ടും തോറ്റു. ഇതെന്തൊരു ലോകവാ! സോറി മിസ്റ്റർ തമ്പി. ഇറ്റ്സ് ഓക്കെ. വക്കീലിന്റെ ഭാഗം കൃത്യമായി ചെയ്തല്ലോ. താങ്ക്സ്. ശരി. ഇനി ആ ജലജകുമാരിയുടെ അഹങ്കാരം അട്ടഹാസം കാണേണ്ടി വരുമല്ലോ. അതെ, ഇപ്പം മനസ്സിലായില്ലേ ഈ ജലജകുമാരി ആരാണെന്ന്? മുറിച്ചിട്ടാലും മുറി കൂടുന്ന എനവാ ഞാൻ. 14 ദിവസം ജയിലിനകത്ത്. അതെനിക്ക് 14 വർഷമായിട്ടാ തോന്നിയത്. അതിനകത്ത് കിടന്ന് ഞാൻ അനുഭവിച്ച വേദന അതുപോലെ നിങ്ങളെയും ഞാൻ ജയിലിൽ കിടത്തും, നരകിപ്പിക്കും. നേരും നെറിയില്ലാത്തവർ അരങ്ങു വാഴുന്ന ഈ കാലത്ത് ഞാൻ എന്തും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നീ അധികം തുള്ളണ്ട. തൽക്കാലത്തേക്ക് ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ. അതെന്നേക്കുള്ള രക്ഷപ്പെടലല്ല. നിനക്ക് ശിക്ഷ കിട്ടിയിരിക്കും. ഇല്ല തമ്പി, എനിക്കൊരു ശിക്ഷയും കിട്ടില്ല. ചെലവൂർ മൂർത്തിയെ പോലെ കിടിലൻ വക്കീൽ വന്ന് ഇറങ്ങിയിട്ടും തമ്പിക്ക് കഥയൊന്നും പിടികിട്ടിയില്ല അല്ലേ? പണമിറക്കി കളിക്കാൻ നിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള അഹങ്കാരമോ നിനക്ക്? അതെ, അത് തന്നെ. അതാരോ അല്ല, ആ ആളെ തമ്പി അറിയും. മഹാദേവൻ തമ്പിക്ക് മനസ്സിലായോ എന്നെ? ഡാഡി ഡാനിയൽ ഡിസൂസ. പഴയ ഡാനിയൽ ഡിസൂസ തന്നെ. കാലം നമ്മളെ ഇങ്ങനെ മുഖാമുഖം കൊണ്ട് നിർത്തിച്ചു. ഇപ്പോ ഇങ്ങനൊരു എൻട്രി തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എന്റെ ജീവിതം എന്നും ഇങ്ങനെയായിരുന്നു. എല്ലാം സംഭവിക്കുന്നത് ആകസ്മികമായിട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിൽ ഒരു മഹാദേവൻ തമ്പി എൻ്റെ അടുത്ത് വന്നു. അയാൾക്ക് ഞാൻ അഭയം കൊടുത്തു. കൂട്ടാനും ഗുണിക്കാനും കിഴിക്കാനും അറിയാത്ത അയാളെ ഞാൻ കണക്കുകൾ പഠിപ്പിച്ചു, ബിസിനസിന്റെ ട്രിക്കുകൾ പഠിപ്പിച്ചു. ഡാനിയൽ ഡിസൂസയ്ക്ക് സമമായി മഹാദേവൻ തമ്പിക്കും ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തു. എന്റെ പകരക്കാരനായി ഞാൻ അയാളെ കണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ലൂസായി. അതയാൾ ശരിക്കും മുതലെടുത്തു. എന്റെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്നെപ്പോലെ കരുതിയ മഹാദേവൻ തമ്പി എന്റെ ചങ്കിലിട്ട് കുത്തി സർവവും കൊണ്ട് സ്ഥലം വിട്ടു. എന്റെ ഭാര്യ ഉൾപ്പെടെ എല്ലാം. ചതിയനായ ആ മഹാദേവൻ തമ്പിയാണ് വിളറിയ മുഖവുമായി എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇവനിപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ? അന്നും തമ്പിയുടെ ആയുധം ഈ മനസ്സിജനായിരുന്നല്ലോ. കൊന്നതും കൊല്ലിപ്പിച്ചതും ഒന്നും മറന്നിട്ടില്ലല്ലോ. ഞാൻ മറന്നിട്ടില്ല ഒന്നും. അടിച്ചവർക്ക് പെട്ടെന്ന് മറക്കാം, അടി കൊണ്ടവന് മറക്കാനാവില്ലല്ലോ.
ഓരോ അടിയും എണ്ണി എണ്ണി തിരിച്ചു തരിഞ്ഞ ജീവിതത്തിൽ അബദ്ധങ്ങൾ മാത്രം സംഭവിച്ച പഴയ ഡാനിയൽ ഡിസൂസ അല്ല ഇത്. അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്ന് ഉയർന്നു വന്ന ഡാഡി. പുതിയ മുഖം, പുതിയ രീതികൾ. തീർന്നില്ല തമ്പി, ഒന്നുകൂടി അറിയാനുണ്ട് താൻ. ജലജകുമാരിയെ പുറത്തിറക്കാനും എന്നെ ഇവിടെ കൊണ്ടുവരാനും കരുക്കൾ നീക്കിയ ഒരാളുണ്ട്. മോളെ, മോളെ, നീ പ്രേതമൊന്നുമല്ല, ഞാൻ തന്നെയാ മതികല. ഞാൻ ചത്തിട്ടൊന്നുമില്ല, ഒക്കെ ഞാൻ ഒരുക്കിയ ഒരു നാടകമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു മോളെ ഇതൊക്കെ? എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒറ്റ വാക്കില് പറയാനാവില്ല. അത് ഓരോന്നായി കാണിച്ചു തരും ഞാൻ. ഭ്രാന്തിയായിട്ട് ഞാൻ അഭിനയിച്ചതും നിങ്ങളെയൊക്കെ വട്ടുകളിപ്പിച്ചതും ഒക്കെ എന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു. ഞാനൊരു മെന്റൽ പേഷ്യന്റ് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു എനിക്ക്. ഞാനത് നേടി. ഇനിയാ മതികലയുടെ ശരിയായ ഭ്രാന്തൻ കളികള്. മോളെ, മോളോ? ആരുടെ മോള്? ഇതെന്റെ മോളാ. ഈ ഡാഡിയുടെ ചോരയിൽ പിറന്ന മോള്. ജലജകുമാരിയെ കൊണ്ട് താനന്ന് സ്ഥലം വിടുമ്പോ ഇവളുണ്ടായിരുന്നു ആ വയറ്റിൽ. എന്നെ ചതിച്ചതിന് നിനക്ക് ദൈവം തന്ന ശിക്ഷയാ എന്റെ മോള് മതികല. അതെ, ഈ പറഞ്ഞത് സത്യമാണ്. എന്റെ മോളുടെ അച്ഛൻ ഇദ്ദേഹമാണ്. ഇനി ഇവർക്ക് എന്തിനും ഏതിനും ഞാനുണ്ടാവും, ഈ ഡാഡി. മതികലയുടെ രണ്ടാം ജന്മമായത്. ഇനി നിങ്ങൾ ശരിക്കും അറിയും മതികല ആരാണെന്ന്. ഇതുവരെ കണ്ടതിനും കേട്ടതിനും ഒക്കെ അപ്പുറത്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നതൊക്കെ. പോവാൻ ഡാഡി.
ഡാഡിയെ കണ്ടപ്പോ ആ മഹാദേവൻ തമ്പിയുടെ മുഖത്തുണ്ടായ വിളർച്ച ഇങ്ങനൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആദ്യം അമ്മയ്ക്ക് ജാമ്യം കിട്ടുന്നു, പിന്നാലെ ഡാഡി വരുന്നു. അതിന് പിറകെ കത്തിക്കരിഞ്ഞൂന്ന് കരുതിയ ഞാനും. മഹാദേവൻ തമ്പിയുടെ മനസ്സജന്റെ നെഞ്ചിടിപ്പ് മാറിയിട്ടുണ്ടാവില്ല ഇതുവരെ. ആ നെഞ്ചിടിപ്പ് ഇനി അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ അതങ്ങ് നിൽക്കും. അതുവരെ തമ്പിയുടെ പുറകെ ഈ ഡാഡി ഉണ്ടാവും. എന്നാലും മോളെ, ഇതൊക്കെ നീ ഒറ്റയ്ക്ക്. അതാണ് ഈ മതികല. ഒറ്റയ്ക്ക് ചെയ്ത് വിജയിക്കുമ്പോഴാ അതിന്റെ ഒരു ത്രില്ല്. ഭ്രാന്ത് അഭിനയം മുതൽ ദാ ഇവിടം വരെ എല്ലാം ഞാൻ ആസ്വദിക്കുമായിരുന്നു. ഡാഡിയിലെത്തിയതൊഴിച്ച് ബാക്കി റൂട്ടുകളെല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. എന്റെ ചോരയല്ലേ, രക്തം രക്തത്തെ തിരിച്ചറിയാതിരിക്കില്ലല്ലോ. തെറ്റുപറ്റിയത് എനിക്കാ. ഇനിയൊരു ഏറ്റുപറച്ചിലിന്റെയോ കുമ്പസാരത്തിന്റെയോ ആവശ്യമില്ല. എനിക്കുണ്ടായ തോൽവിക്ക് ആരെയും ഞാൻ കുറ്റം പറയില്ല. ഞാൻ തന്നെയാണ് എല്ലാറ്റിനും കാരണക്കാരൻ. അന്ന് ഞാനത് അർഹിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അകന്നുപോയപ്പോ, സകലതും കൈവിട്ടു പോയപ്പോ, ഡാനിയൽ ഡിസൂസ എന്ന ഞാൻ വലിയൊരു വട്ടപൂജ്യമായി മാറി. അവിടെ നിന്നാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്. സ്വന്തം നിഴല് പോലും നമുക്ക് സ്വന്തമല്ലെന്ന് മനസ്സിലാക്കിയതോടെ ഞാൻ മാറിത്തുടങ്ങി. അങ്ങനെ ആ വലിയ വട്ടപൂജ്യത്തിന് പിന്നിൽ ഞാൻ വലിയ വലിയ അക്കങ്ങൾ എഴുതി ചേർക്കാൻ തുടങ്ങി. ഡാനിയൽ ഡിസൂസ ഡാഡിയായി. എല്ലാം നേടിയപ്പോഴും വേറൊരാളെ ഭാര്യയാക്കിയില്ല ഞാൻ. എന്നെ ഇട്ടെറിഞ്ഞു പോയെങ്കിലും ഞാൻ പറിച്ചു കളഞ്ഞിരുന്നില്ല എൻ്റെ മനസ്സിൽ നിന്ന്. അതിൻ്റെ ഫലമായാണ് എൻ്റെ മോൾ എന്നെ തേടി വന്നത്. അതും നിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഡാഡി, പഴങ്കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ മോള് എന്തു വേണമെങ്കിലും ചെയ്തു. ഡാഡി ഉണ്ട് കൂടെ. ആ തമ്പിക്കാ ആദ്യത്തെ പണി കൊടുക്കേണ്ടത്. അത് ഞാൻ ചുവന്ന മഷി കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. പണ്ടെന്നെ എങ്ങനെ ചവിട്ടി താഴ്ത്തിയോ അതേ നിലയിലേക്ക് എത്തിക്കും ഞാൻ തമ്പിയെ. നിന്നെ എന്നിൽ നിന്നകറ്റി പിടിച്ചുകൊണ്ടുപോയത് മുതലുള്ള എല്ലാ കണക്കുകളും തമ്പിയോട് ഞാൻ എണ്ണി എണ്ണി ചോദിക്കും. അതിനൊപ്പം എന്റെ കണക്ക് തീർക്കൽ മറ്റൊരു വശത്ത് നടക്കും. ഞാൻ പറഞ്ഞല്ലോ മോളെ, എൻ്റെ മോൾക്ക് എല്ലാറ്റിനുമുള്ള ഫ്രീഡം ഉണ്ട്. പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ഈ ഡാഡി ഇന്ന് എത്രയോ ഉയരത്തിലാണ്. അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇന്ന് തന്നെ മടങ്ങുന്നുണ്ടോ? എന്ത് മണ്ടത്തിനമ്മ ഈ ചോദിക്കുന്നത്? അങ്ങനെ പെട്ടെന്ന് മടങ്ങാനല്ലല്ലോ ഡാഡി വന്നത്. നമുക്ക് താമസിക്കാൻ പുതിയൊരു വീട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിവിടെ എന്നും കാണില്ല, പക്ഷേ നിങ്ങൾ സുഖമായി കഴിയണം. ഇത് ഒരു പകവീട്ടിലായും കാണാം. നിങ്ങളുടെ പക വീട്ടിലും പകരം ചോദിക്കലും ഒക്കെ വീട്ടിൽ ചെന്നിട്ട് അയക്കോ. സമയം ധാരാളം ഉണ്ടല്ലോ. എന്റെ ഈ തിരിച്ചുവരവൊന്ന് ആഘോഷിക്കാൻ ഒരിടം വരെ പോവാനുണ്ടെനിക്ക്. ആ വയലോരം വീട്ടില്. അത് വേണം മോളെ. അവിടെ തന്നെയാ ആദ്യം പോകേണ്ടത്. അതേ മോളെ. വയലോരം വീടിന്റെ നാശം. അതിനുവേണ്ടി ഒരറ്റത്തുനിന്ന് തുടങ്ങാൻ പോവുക ഞാൻ. തമ്പി സാറേ, തളരരുത്, പിടിച്ചു നിൽക്കണം. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുമെന്നുള്ളത് ശരിയാ. അങ്ങനെയുള്ള വീഴ്ചയുടെ ആഘാതത്തില്ല ഞാൻ. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടുന്നതിന്റെ അതിയായ സന്തോഷത്തിലായിരുന്നു ഞാൻ. അവള് അച്ഛ എന്ന് വിളിച്ചപ്പോ കേട്ട നിർവൃതി, എത്ര ഭംഗിയായ അവളെന്നെ പൊട്ടം കളിപ്പിച്ചത്. സാറേ, സാറൊരു നിഷ്കളങ്കനാണെന്ന് മതികലിക്ക് നന്നായിട്ട് അറിയാലോ. അത്
അതവള് ശരിക്കും മുതലെടുത്തു. ഡാഡി എന്റെ അന്തകനാകാൻ വന്നിരിക്കുക. ഞാനെന്തോ മഹാപരാധം ചെയ്ത മട്ടിലാണല്ലോ ഡാനിയൽ ഡിസൂസ സംസാരിച്ചത്. ഞാൻ എന്ത് പാപോ ചെയ്തത്? ഡാനിയൽ ഡിസൂസ തകർന്നടിഞ്ഞത് കയ്യിലിരിപ്പ് കൊണ്ടാ. സ്വന്തം ഭാര്യ അയാളെ തള്ളിപ്പറഞ്ഞ് എന്റെ കൂടെ വന്നെങ്കിൽ അത് അയാളുടെ പിടിപ്പുകേട് കൊണ്ടാ. അന്നത്തെ സാഹചര്യത്തിൽ പിടിച്ചു കയറാൻ എനിക്കൊരു പിടിവള്ളി വേണമായിരുന്നു. കൃത്യം പോലെ ജലജകുമാരി വന്നു. ഞാൻ അങ്ങോട്ടല്ല, അവൾ ഇങ്ങോട്ടാ വന്നത്. വലിയ ചാബല്യങ്ങളൊന്നുമില്ലെങ്കിലും സാധാരണ ഒരാൾക്കുണ്ടാകുന്ന എല്ലാ വികാരങ്ങളുള്ളൊരു മനുഷ്യനാ ഞാൻ. ജലജ ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോ ഞാനതിൽ തെറ്റൊന്നും കണ്ടില്ല. അങ്ങനെ തെറ്റൊന്നും കാണാത്തതുകൊണ്ടാ തമ്പിസാറിനൊപ്പം ഞാനും നിന്നത്. കൊല്ലാനാണെങ്കിലും ചാവാനാണെങ്കിലും ഞാൻ തമ്പിസാറിൻ്റെ ഒപ്പം നിന്നതിൻ്റെ പകയുണ്ട് ഇപ്പോഴും അയാൾക്ക്. അന്നത്തെ നിലനിൽപ്പിന് വേണ്ടി ചില അരുതായ്മകളൊക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സുജനെ ഞാൻ പലതിനും ഉപയോഗിച്ചിട്ടുണ്ട്. അന്നത് ശരികളായിരുന്നു. അയ്യോ, അതിലൊന്നും അന്നും ഇന്നും എനിക്കൊരു കുറ്റബോധമില്ല. മനസ്സുജൻ കാണിക്കുന്ന ഈ സ്നേഹത്തിന്റെ ഒരംശം പോലും കാലങ്ങളോളം കൂടെയുണ്ടായവരിൽ നിന്നുണ്ടായിട്ടില്ല. വേറൊരാളുടെ ചോരയാണെന്നറിയാതെ മതികലെ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ നോക്കിയത്, സ്നേഹിച്ചത്. എന്നിട്ടും എല്ലാ അർത്ഥത്തിലും ഞാനൊരു വൻ പരാജയമായി തീർന്നല്ലോ മനസ്സുജ. തമ്പിസാറേ, മനസ്സ് തളർന്നു. ഇനി ശരീരം ഒരു കാഴ്ചവസ്തു പോലെ മതിയായി. സാറേ, അങ്ങനൊന്നും പറയരുത്. മതികലയുടെ അമ്മയും ആ ഡാഡിയും കൂട്ടിച്ചേർന്ന് ഇനിയും പലതും ചെയ്യാൻ പ്ലാനിടുകയായിരിക്കും. അതിനെയൊക്കെ മറികടക്കാൻ കഴിയണം. പിന്നെ അന്ന് മതികലയെ കാണാതായ ദിവസം ഞാൻ മതികലയെ കണ്ടിരുന്നു. അതെ, കുട്ടുവിനെ ചികിത്സിക്കുന്ന ആശുപത്രിയുടെ പുറത്തു വച്ച രാത്രിയിൽ മതികലയെ കണ്ടത്. ഭീഷണിയുടെ സൂചന കാണിച്ചിട്ട് ഒറ്റ മറയൽ. എന്നിട്ടെന്തേ മനസ്സ് ജനിക്കാൻ എന്നോട് പറഞ്ഞില്ല? അപ്പം തന്നെ ഞാൻ തമ്പിസാറിനെ വിളിച്ചതാ, പക്ഷെ കിട്ടിയില്ല. അപ്പോ എല്ലാം കരുതിക്കുട്ടിയുള്ള കളിയായിരുന്നു. ഇതിന്നൊരിക്കൽ കൂടി ഞാൻ ഉറപ്പിച്ചു, അവൾ എന്റെ ചോരയിലുണ്ടായതല്ല. തമ്പിസാറിന്റെ ചോരയാണെങ്കിൽ ഇങ്ങനൊരു സ്വഭാവം കാട്ടില്ലല്ലോ മതിയല്ല. രണ്ടും കേട്ട ഡാനിയൽ ഡിസൂസയുടെ ചോര തന്നെയാ. സാറേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഒത്തിരി പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞില്ല ഇതിൽ നിന്നും. ഇനിയും വിഡ്ഢിയാകാൻ നിന്നു കൊടുക്കരുത്. മതികലയുടെ എല്ലാ അട്ടഹാസങ്ങൾക്കും അധികം വൈകാതെ അറുതിയാവും. ബായി, അവർക്ക് ജാമ്യം കിട്ടിയില്ലേ? ജലജകുമാരിക്ക് വേണ്ടി പണം വാരിയെറിഞ്ഞ് കളിക്കാൻ പുറത്തുള്ളത് ആരാന്ന് മനസ്സിലായോ? അത് വേറെ ആരുമല്ല പിച്ചളെ, മതികല തന്നെ. മതികലയോ? അതെ, അവള് ചത്തൊടങ്ങിയിട്ടൊന്നുമില്ല. അവളിപ്പോ അവളുടെ ശരിയായ അച്ഛനെയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. ശരിയായ അച്ഛനോ? അപ്പൊ തമ്പിസാറോ? തമ്പിസാർ പാവം, സ്വന്തം മകളാണെന്നാ ഈ നിമിഷം വരെ കരുതിയിരുന്നത്. ഒരു ഡാനിയൽ ഡിസൂസയാ മതികളുടെ ശരിക്കുള്ള അച്ഛൻ. അയാളിപ്പം ഡാഡിയായിട്ട് അവതരിച്ചേക്കുക. അയാളെ ഞാൻ അറിയും. വയലൂരം വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ തമ്പിസാറിനൊപ്പമായിരുന്നല്ലോ. തമ്പിസാർ പണ്ട് ഈ ഡാനിയൽ ഡിസൂസയുടെ വലം കൈയായിരുന്നു. പണമുണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നിലും ഡാനിയൽ ഡിസൂസയ്ക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല. ബന്ധങ്ങൾക്കും പണത്തിൻ്റെ വിലയെ അയാൾ കൽപ്പിച്ചിരുന്നുള്ളൂ. കുടുംബ ബന്ധവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അന്ന് അയാൾ ഉപദേശിച്ചിരുന്നത് തമ്പിസാറാ. നോട്ടുകെട്ടുകളുടെ കൂമ്പാരം ഉണ്ടാക്കുമ്പോൾ തമ്പിസാർ പറയുമായിരുന്നു, അതിനൊക്കെ വെറും കടലാസിൻ്റെ വില പോലും ഇല്ലാത്തൊരു കാലം വരുമെന്ന്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കില്ലേ? വെട്ടിപ്പിടിച്ചതിനൊന്നും യാതൊരു വിലയില്ലാത്ത അവസ്ഥയല്ലേ ഇപ്പോൾ. ഡാനിയൽ ഡിസൂസയുടെ ഭാര്യയായിരുന്നു ഈ ജലജകുമാരി. എല്ലാ കാര്യത്തിലും നല്ല ഒന്നാന്തര ആർത്തി പണ്ടാരമായിരുന്നു അവർ. ജീവിതത്തിലെ 2 ധ്രുവങ്ങളിലായിരുന്നു അവർ രണ്ടുപേരും. അവിടേക്ക് രമ്യതയുടെ ഭാഷയായി എത്തിയത് ഈ തമ്പിസാറായിരുന്നു. എന്തിനും ഏതിനും തയ്യാറായി തമ്പിസാറിനൊപ്പം ഈ ഞാനും ഉണ്ടായിരുന്നു. തമ്പിസാറിൻ്റെ ശരികളായിരുന്നു എൻ്റെയും ശരികൾ. ചോരത്തിളപ്പിൻ്റെ കാലമായിരുന്നല്ലോ അത്. നിലനിൽപ്പിന് വേണ്ടി
ചില കൈവിട്ട കളികളൊക്കെ കളിക്കുമെങ്കിലും സ്നേഹബന്ധങ്ങൾക്ക് അന്നും വില കൽപ്പിച്ചിരുന്നു തമ്പി സാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് തമ്പി സാറായിരുന്നു എല്ലാം. ഡാനിയൽ ഡിസൂസയുടെ ചില വൃത്തികെട്ട രീതികൾ കാരണം ശത്രുക്കൾ കൂടി വരാൻ തുടങ്ങിയതോടെ അയാളും തമ്പി സാറും തമ്മിൽ അകലാൻ തുടങ്ങി. അയാൾ മര്യാദകേടുകളുടെ അങ്ങേയറ്റമായപ്പോൾ തമ്പി സാറ് ആ ബന്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചു. അന്നതിന് തമ്പി സാറിന് ധൈര്യം നൽകിയത് ഡാനിയൽ ഡിസൂസയുടെ ഭാര്യ തന്നെയായിരുന്നു. ജലജകുമാരിയോ? അതെ. ഇതിനിടയിൽ അവർ ഡാനിയൽ ഡിസൂസയുടെ കയ്യിൽ നിന്നും വലിയൊരു ഭാഗം സമ്പാദ്യം കൈക്കലാക്കിയിരുന്നു. അങ്ങനെ അവരെയും കൊണ്ട് തമ്പി സാർ അവിടെ വിട്ടു. അന്ന് തമ്പി സാറിനൊപ്പം ഇറങ്ങി വരുമ്പോൾ മതികല ജലജകുമാരിയുടെ വയറ്റിലുണ്ടായിരുന്നു അത്രേ. മനുഷ്യപ്പറ്റ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സ്വഭാവം കൊണ്ട് മതികല അത് തെളിയിച്ചു. അതെ, തമ്പി സാറിന്റെ മകൾ ഒരിക്കലും ഇങ്ങനെ ആവില്ലല്ലോ. തമ്പി സാറിന് എങ്ങനെ ഒരു മകളുണ്ടായിന്ന് നമ്മളൊക്കെ സംശയിച്ചല്ലേ. അതിനിപ്പോ ഒരു ഉത്തരായി. അതെ, ജലജകുമാരിയുടെ ജാമ്യത്തിനു വേണ്ടി ലക്ഷങ്ങളെറിഞ്ഞ് വക്കീലിനെ ഇറക്കിയത് അയാളാ, ഡാഡി. എല്ലാം കൊണ്ടും തമ്പി സാറിനേക്കാൾ മേലെയാ ആ ഡാഡി. ജലജകുമാരി അയാൾ വീണ്ടെടുത്തു. മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഡാഡി അവതരിച്ചിരിക്കുന്നത്. തമ്പി സാർ മാത്രമല്ല, നമ്മളൊക്കെ അവരുടെ ലിസ്റ്റിലുണ്ട്. കോടതി പരിസരത്ത് വെച്ച് അവളത് പരസ്യമായിട്ട് പറഞ്ഞു. ഇനി നമ്മളൊന്ന് കരുതിയിരിക്കണം. സാധാരണ ഒരാൾ ചെയ്യണേലും ചിന്തിക്കണേലും അപ്പുറത്തേക്കാണ് മതികല പോയിക്കൊണ്ടിരിക്കുന്നത്. പേടിച്ചേ പറ്റൂ. അവളെപ്പോലെ ആകാൻ നമുക്കൊരിക്കലും പറ്റില്ലല്ലോ. ഈ കാലത്ത് മനുഷ്യത്വത്തിന് ഒരു വിലയില്ലെന്ന് ദിവസങ്ങൾ കഴിയുന്തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ ആ മതികല. എന്തായി കേസിന്റെ കാര്യം? മനസ്സിജനോ തമ്പിസാറോ ആരെങ്കിലും വിളിച്ചോ? ആരും വിളിച്ചില്ല അപ്പച്ചമ്മ. അപ്പോ അവർക്ക് ജാമ്യം കിട്ടിക്കാണോ? അതിന്റെ വിഷമം കൊണ്ടായിരിക്കും സിജൻ വിളിക്കാത്തത്. എന്റെ ഈശ്വരന്മാരെ, ഇവള് ചത്തില്ലേ? ഇല്ല, ഞാൻ ചത്തിട്ടില്ല. കാണുന്നത് സ്വപ്നമൊന്നുമല്ല. വേണമെങ്കിൽ എന്നെ ഒന്ന് തൊട്ടു നോക്കിക്കോ. അപ്പോ കാണാതായി നിന്നെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞതോ? എന്നെ കാണാതായിട്ടും ഇല്ല, ഞാൻ കത്തിക്കരിഞ്ഞിട്ടും ഇല്ല. എല്ലാം എന്റെ അടവുകളാ. അതൊക്കെ പോട്ടെ, നിന്റെ ഭ്രാന്ത് മാറിയോ? ഭ്രാന്തോ? എനിക്കോ? എനിക്ക് ഒരു ഭ്രാന്തും ഇല്ല. ഭ്രാന്തിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള എന്റെ അഭിനയമായിരുന്നില്ല അതൊക്കെ. ഭ്രാന്തില്ലാതെ മരിക്കാതെ മതികല തിരിച്ചു വന്നിരിക്കുന്നു. ഇനിയാ ശരിയായ അംഗം. ഞാൻ തന്നെ മതികല. ജീവനോടെ തന്നെ ഞാനുണ്ടെന്ന് കാണിക്കാൻ വന്നതാ. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. എന്റെ അമ്മ ജലജകുമാരിക്ക് ജാമ്യം കിട്ടി. വേറൊന്നുകൂടി, എന്റെ ശരിയായ അച്ഛൻ ഡാഡി എന്ന ഡാനിയൽ ഡിസൂസ വന്നിട്ടുണ്ട് ഇവിടെ. മഹാദേവൻ തമ്പി വെറും ഡമ്മിയായിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും പാവം തകർന്ന് തരിപ്പണമായിരിക്കുക. മഹാദേവൻ തമ്പി, രവി, മനസ്സജൻ, പിന്നെ നിങ്ങളെല്ലാവരും എല്ലാരും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാ ഡാഡി വന്നിരിക്കുന്നത്, എനിക്ക് സപ്പോർട്ടായിട്ട്. നീ ഞങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുന്ന പറയുന്നത്? ഞങ്ങൾക്കെന്നും ദ്രോഹങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള നീ കത്തിക്കരിഞ്ഞൊടുങ്ങിയെന്നറിഞ്ഞപ്പോഴും വിഷമിച്ച് കരഞ്ഞവരാ എവിടെയുള്ളവര്? പിന്നെ വിഷമിച്ച് കരയുന്നു.
ഞാൻ മരിച്ചെന്നറിഞ്ഞപ്പോ കൈകൊട്ടി ചിരിച്ചിട്ടുണ്ടാവും നിങ്ങള്. ദൈവദോഷം പറയരുത്. ദുഷ്ടയായ നിന്നെ ഓർത്ത് സങ്കടപ്പെട്ടവർ തന്നെയാണ് ഞങ്ങള്. അതൊന്നും വേണ്ടായിരുന്നെന്ന് ഇപ്പൊ തോന്നുക. നിങ്ങളുടെ സഹതാപവും കണ്ണീരും ഒന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ നാശം അത് മാത്രം എന്റെ ലക്ഷ്യം. നിങ്ങളെയും ഈ വയലോരം വീടിനെ ഇല്ലാതാക്കാനുള്ള ബോംബ് ഈ വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങളെല്ലാവരും കൂടി കൊന്ന ശിവയുടെ പെങ്ങളെ കുടിയിരുത്തിക്കുമല്ലേ ഇവിടെ? നിങ്ങളുടെ തനി നിറം അറിഞ്ഞ് ശിവയെ കൊന്നത് നിങ്ങളാണെന്നറിഞ്ഞ് ശിവയുടെ അനിയത്തി നിങ്ങളെ എല്ലാരെയും ചുട്ടുകൊല്ലും. നിങ്ങളെ ഇല്ലാതാക്കാനായി ഞാൻ ഉപയോഗിക്കുന്ന ബോംബ് അതാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞങ്ങളായിട്ട് നിനക്കൊരു ദോഷവും ദ്രോഹവും വരുത്തി വെച്ചിട്ടില്ല. എല്ലാം നീയായിട്ട് വരുത്തി വെച്ചതാ. എന്നിട്ടും ഞങ്ങൾ എന്തിനാ നീ ഇങ്ങനെ വേട്ടയാടുന്നത്? ഒരു വഴക്കിന് ഞങ്ങളില്ല. ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്ക്. അങ്ങനെ ചുമ്മാതെ വിട്ടുകളയാനല്ലല്ലോ ഞാൻ ഈ സാഹസങ്ങളൊക്കെ കാണിച്ചത്. ഭ്രാന്ത് അഭിനയിച്ചു, വിഷമങ്ങളൊക്കെ സഹിച്ചു, ഡാഡിയെ കണ്ടെത്തി കൊണ്ടുവന്നു. അതിനൊക്കെ ഒരു റിസൾട്ട് വേണ്ടേ? ആഹാ, വന്നല്ലോ. എന്താ ഇവിടെ? ആരേത്? ഞാൻ ആരാണെന്നോ? കുഞ്ഞിമണി, പൊട്ടിപ്പെണ്ണിന്റെ കുഞ്ഞല്ലേ? അവളെപ്പോലെ ഇവളും പൊട്ടിയാവൂ? ആവുമായിരിക്കും. കുഞ്ഞിമണി, നിന്റെ അമ്മ ഏതോ ഇരുട്ടുമുറിയിൽ കിടക്കുവാണല്ലോ. അതെ, ഞാൻ പോകുന്നുണ്ട് കേട്ടോ കാണാനായിട്ട്. അയ്യോ, നിനക്ക് തരാനായിട്ട് ഒന്നും കൊണ്ടുവന്നില്ലല്ലോ ഞാൻ. ആ, തൽക്കാലം ഞാനൊരു ഉമ്മ തരാം. ഇങ്ങതാ. അയ്യോ, മനസ്സിന് ദുഷ്ടത്തരം മാത്രമുള്ള നിന്റെ ഉമ്മയൊന്നേ ഞങ്ങളുടെ കുഞ്ഞുമണിക്ക് വേണ്ട. ഒന്നിറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? പോവാം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരും ഞാൻ. എനിക്ക് ആവശ്യമുള്ള ബോംബ് ഇവിടെ ആണല്ലോ ഉള്ളത്. സമയമാവുമ്പോ ഞാനിത് പൊട്ടിച്ചോളാം. തൽക്കാലം ഞാൻ പോകുന്നു. ആരത്? ഇവിടെ എന്തോ ബോംബുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല. ആരത്? എന്താ ആരും ഒന്നും പറയാത്തത്? ആരത് സീതെടുത്തി? ശിവാനി, അത് മതികലയാ. അയ്യോ, ഇങ്ങനെ പല്ലിഞ്ഞിരിക്കല്ലേ? ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകി പൊട്ടിപ്പോവും. അശ്രീകരങ്ങളെ കണ്ട അറിയാതെ പല്ലും ഞെരിഞ്ഞു പോവും. ഞാൻ അത്രയ്ക്ക് അശ്രീകരമാണോ? ഏയ്, അല്ലേ അല്ല. അങ്ങനെ അല്ലാത്തതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഉയർച്ച ഉണ്ടാവുന്നത്.
എന്തു ഉയർച്ചയുണ്ടായിരുന്നാ നീ പറയുന്നത്? അതെ, നിന്റെ നാശത്തിന്റെ തുടക്കമായത്. നീ എന്തൊക്കെ വേഷങ്ങളാ കെട്ടിയത്, മറ്റുള്ളവരെ കൊണ്ട് കെട്ടിച്ചത്? അതെന്റെ മിടുക്ക്. ഇവിടെ ജയിച്ചത് ഞാനല്ലേ? ഒരാളെ വിഡ്ഢിയാക്കി വേഷം കെട്ടാൻ പറ്റിയെങ്കിൽ അതയാളുടെ പരാജയോ? ഇവിടെ ഒരാളല്ലല്ലോ, എത്ര പേരാ വിഡ്ഢികളായി പരാജയപ്പെട്ടത്. എടീ, നീ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ. ജാരസന്ധതിയല്ലേടി നീ. അനാവശ്യം പറയരുത്. നല്ല ഒന്നാം തരം തന്തയ്ക്ക് പറഞ്ഞവള് തന്നെയാ ഞാൻ. ഇത്രയും കാലം ആ തമ്പി സാറായിരുന്നല്ലോ അച്ഛൻ. ഇപ്പൊ ആ സ്ഥാനത്ത് ഡാഡി എന്നൊരാളായി. ഇനിയിപ്പം വേറെ ആരെങ്കിലും വരുമോ? അയ്യോ, ഇങ്ങനെയും പല്ലിഞ്ഞിരിക്കല്ലേ. അന്നും ഇന്നും എന്റെ അച്ഛൻ ഒരാള് തന്നെയാ, ഡാനിയൽ ഡിസൂസ എന്ന ഡാഡി. എന്നിട്ട് എവിടെയായിരുന്നു ഈ ഡാഡി ഇത്രയും കാലം? സ്വന്തം മകളാണെങ്കിൽ ഒരച്ഛന് ഇത്രയും കാലം മാറി നിൽക്കാനാവോ? ഇല്ല. അമ്മ ചൂണ്ടിക്കാണിക്കുന്നയാളെ അച്ഛ അന്ന് വിളിക്കുന്നു നീ, അത്രേ ഉള്ളൂ. അന്ന് തമ്പി സാറ്, ഇന്നേരം ഡാഡി. ഞാനറിയുന്ന ഡാനിയൽ ഡിസൂസ ജലജാകുമാരിയുടെ ആദ്യ ഭർത്താവായിരുന്നു. ഒരിക്കലും നിന്റെ അച്ഛനാവാൻ വഴിയില്ല. അത് നീയാണോ നിശ്ചയിക്കേണ്ടത്? ആർക്ക് വേണം നിന്റെ സർട്ടിഫിക്കറ്റ്? നിനക്കൊരു സർട്ടിഫിക്കറ്റ് വേണമല്ലോ, ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ്. അതെ, വേണം. ഞാനത് നേടിയല്ലോ. ഇനി നീ കണ്ടോ എന്റെ ശരിയായ ഭ്രാന്തൻ കളികൾ. ഞാൻ അവിടെ പോയിട്ടാ വരുന്നത്, വയലോരം വീട്ടില്. കണ്ടു അവിടുത്തെ പ്രജകളെയൊക്കെ, നിന്റെ കുഞ്ഞുമണിയേയും കണ്ടു. അതിന് ഞാനൊരു ചക്കര ഉമ്മ കൊടുത്തു. നീ എന്തിനാ എന്റെ കുഞ്ഞുമണി തൊട്ടത്, ഉമ്മ കൊടുത്തത്? എന്റെ ഇഷ്ടമാ അതൊക്കെ. എനിക്ക് എന്തോ ആവാം, എനിക്ക് വട്ടാണല്ലോ. ഈ ഭ്രാന്തുള്ള ആൾക്കെ എന്തും കാണിക്കാം. അടിക്കാം, ഇടിക്കാം, കൊല്ലാം, തെറി വിളിക്കാം. എല്ലാത്തിനുമുള്ള ലൈസൻസാ എനിക്ക് കിട്ടിയ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ്. അത് വെച്ചാ ഇനി എന്റെ കളി. നിങ്ങളെ ആരെയും ഒറ്റയടിക്ക് കൊല്ലില്ല ഞാൻ, ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിച്ച് കൊല്ലും. എന്നാ നീ കൊല്ല്. ഒരു ഡാഡിയെ കൊണ്ട് വന്നാ എല്ലാം ആയെന്നാണോ നിന്റെ ധാരണ? നിന്റെ ഭ്രാന്തിനുള്ള മരുന്ന് വഴിയെ കിട്ടിക്കോളും. കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ? സ്വസ്ഥത ഉണ്ടോ നിങ്ങക്ക്? ഇപ്പൊ ഇതാ പൊട്ടിപ്പെണ്ണ് ഇതിനകത്ത് ചാവാൻ കിടക്കുന്നു. എന്റെ കുട്ടുവിനെ കുറിച്ച് മോശം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ കുട്ടി പൊട്ടിയൊന്നുമല്ല. നല്ല തിരിച്ചറിവും കളങ്കമില്ലാത്തൊരു മനസ്സുണ്ട് എന്റെ കുട്ടുവിന്. ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞ കുട്ടു തിരിച്ചു വരുന്നത് യാതൊരു അസുഖമില്ലാത്ത പുതിയൊരു കുട്ടുമായിട്ടായിരിക്കും. തിരിച്ചു വന്നില്ലെങ്കിലോ? എന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുവാ ഞാൻ. എന്റെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാനായിട്ട് കൃത്യമായിട്ട് പൊട്ടിപ്പെണ്ണിനെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. ബാക്കി ഞാനായിക്കോളാം. ഓരോന്നായി ഓരോരുത്തരെയായി ഇല്ലാതാക്കും ഞാൻ. അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയപ്പോ തൊട്ട് എന്റെ നെഞ്ച് പടപടാന്നിടിക്കുക. അമ്മാതിരി വർത്താനല്ലയോ അവള് പറഞ്ഞിട്ട് പോയത്. വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നു വേണ്ടത്. ഇനിയും അവൾ അത് ആവർത്തിച്ചാൽ നമ്മളത് ചെയ്യണം സുഭദ്ര. കലയ്ക്ക് പോലീസ് നിയമമൊന്നും പുത്തരിയല്ല അപ്പച്ചേപ്പാ. അടക്കോ ഒതുക്കോ ഇല്ലാതെ വളർത്തിയതിന്റെ കേടാണ്. ഹോ, അവളെ കൊണ്ടുള്ള ശല്യം തീർന്നെന്ന് കരുതിയപ്പോഴാണല്ലോ എന്റെ പരുത്തിക്കാവിലമ്മേ അവൾ ഇവിടെ ഒന്ന് കൊലവിളി നടത്തിയത്. നമുക്ക് ദ്രോഹം മാത്രമേ അവള് ചെയ്തിട്ടുള്ളൂ എങ്കിലും കത്തിക്കരിഞ്ഞ് തീർന്നു എന്നറിഞ്ഞപ്പോ പാവൻ രവിയുടെ പെണ്ണാണല്ലോ എന്ന് ഓർത്തെങ്കിലും നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞതാ. നേരാ, അന്ന് മരണ വീടായത് വയലോരം വീടായിരുന്നല്ലോ. രണ്ടാം ജന്മം എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴെങ്കിലും അവൾക്കൊന്ന് നന്നാവാമായിരുന്നു. എന്താ സീതാടത്തി, എന്താ അപ്പച്ചമ്മ, എന്ത് പറ്റി? ആ മതികല ഇവിടെ വന്നിരുന്നു. എന്തിന്? അവളിവിടെ വലിയ വെല്ലുവിളിയും ഭീഷണിയൊക്കെ നടത്തിയിട്ടാ പോയത്. എന്റെ സീതാടത്തി, അവൾക്ക് അതല്ല അറിയൂ. അവൾ ഇനി എന്ത് ചെയ്യാനാ? അവള് ചെയ്യും പിച്ചളെ.
നേരെ ചൊവ്വേ ജീവിക്കുന്നവരുടെ സമാധാനം കളയാനും ആ വീടിന്റെ അസ്ഥിവാരം ഇളക്കാനും ചില മരുമക്കൾ വന്നു കയറിയാ മതി. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ താലി പൊട്ടിച്ചിറങ്ങിപ്പോയാലും കണ്ടോന്റെ കൂടെ ഇറങ്ങിപ്പോയാലും അവളെ കുടിവെച്ച വീടിന് ഗതി പിടിക്കില്ല. എന്റെ അപ്പച്ചപ്പ, നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കണേ? മതികല തുള്ളിക്കോട്ടെ, ആർക്കും ഒരു ചുക്കും സംഭവിക്കില്ല. അല്ല പിച്ചളെ, കലയെ സൂക്ഷിക്കണം. അധികം താമസിയാതെ ഇവിടെ ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടാ കല ഇവിടുന്ന് പോയത്. ബോംബോ? എന്തു ബോംബ്? ശിവാനി ആയിരിക്കും അവൾ ഉദ്ദേശിച്ചത്. ശിവാനിയെ തന്നെ അവൾ ഉദ്ദേശിച്ചത്. ആ പെങ്കൊച്ചിന്റെ ആങ്ങളെ ഇല്ലാതാക്കുന്നതിന്റെ പിന്നിൽ നമ്മളൊക്കെയാണെന്നും ഈ വയലോരം വീട്ടിൽ വെച്ചാണ് ശിവയ്ക്ക് അത് സംഭവിച്ചതെന്നുമുള്ള സത്യം ആ മൂദേവിക്ക് അറിയാലോ. ആയിരിക്കാം. പക്ഷേ ശിവാനിക്കൊന്നും അറിയില്ലല്ലോ അപ്പച്ചമ്മ. രണ്ടും തുനിഞ്ഞിറങ്ങിയവള് ശിവാനിയെ തേടി പിടിച്ച് അതൊക്കെ പറയുകയും ചെയ്യും. അതെ പിച്ചളെ, ആ പേടി ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അവൾ ശിവാനിയെ കാണാൻ ശ്രമിക്കും പിച്ചളെ. നമ്മൾ അതിനുള്ള ഇടയുണ്ടാക്കരുത്. കണ്ടാലേ അത് നമുക്ക് അപകടം ഉണ്ടാക്കും. ഇല്ല അപ്പച്ചപ്പ, മതികല ദുഷിച്ച മനസ്സുള്ളവളാ. പക്ഷെ ശിവാനി അങ്ങനെ ഒരു പെണ്ണല്ലല്ലോ. മനസ്സിജമ്പായുടെ അനിയത്തെ കുട്ടിയായിട്ടല്ലേ അവൾ ഇവിടെ കഴിയണേ. ഇനി അഥവാ യാഥാർത്ഥ്യങ്ങളൊക്കെ മതികലയിൽ നിന്ന് അറിഞ്ഞാൽ തന്നെ ഈ വീടുമായുള്ള ശിവാനിയുടെ ബന്ധത്തിന് ഒരു ഉലച്ചിലും തട്ടാൻ പോണില്ല. ആ ഉറപ്പ് എനിക്കുണ്ട്. ശിവയെ തിരക്കിയാണ് ശിവാനി ഇവിടേക്ക് വന്നത്. അല്ലാതെ സിജന്റെ അനിയത്തിയുടെ വേഷം കെട്ടാനോ പിച്ചളയുടെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിക്കാനൊന്നും അല്ല എന്നുള്ളത് ഓർമ്മ വേണം. ആ ശിവയ്ക്ക് ഈ മുറ്റത്ത് വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് ശിവാനി അറിയാനിടയായ പിന്നെ അവളുടെ കണ്ണില് നമ്മളെല്ലാവരും ശത്രുക്കളാ. അതാണ് മതികല പറഞ്ഞ ബോംബ്. എന്റെ പരുത്തിക്കാവിലമ്മേ, മതികലയുടെ കോപ്രായങ്ങൾ കണ്ടും സഹിച്ചും ശിവാനി ഇനി അരയും തലയും മുറുക്കി ഇറങ്ങിയ ഒന്നും ഓർക്കാൻ വയ്യ. എന്റെ പരുത്തിക്കാവിലമ്മേ, കാത്തോളണേ. ശാരദ, അച്യുത, മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല. ഒന്നിനൊന്ന് കെടുതികളും ദുരാപത്തുകളും വന്നു കയറിക്കൊണ്ടിരിക്കുകയല്ലേ. കുട്ടിമണിക്ക് വേണ്ടി നാഴികയ്ക്ക് 40 വട്ടവും ഞാൻ പരുത്തിക്കാവിൽ അമ്മയെ വിളിക്കുന്നുണ്ട്. കുട്ടിമണിയെ ഓർത്തുള്ള സങ്കടം ഒരറ്റത്ത്. ഇപ്പതേ കുഞ്ഞുമണിക്ക് എന്തൊക്കെയോ അസുഖം ഉണ്ടെന്ന് പറയുക. ശാരദ, അച്യുത, നിങ്ങളുടെ മടിയിലിരുന്ന് വളരേണ്ട കുഞ്ഞുമണിയാ. അതിന്റെ കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ കാത്തോളണേ നിങ്ങള്. ആര് വരുത്തി വെച്ച ശാപങ്ങളായി കിടന്ന് അനുഭവിക്കുന്നത്. ശാരദ, അച്യുത, ശിവാനി ആ ഒരുമ്പെട്ടവളുടെ കൺമുമ്പിൽ കൊണ്ടിട്ടു കൊടുക്കരുതേ നിങ്ങള്. അവള് മരിച്ചു എന്നറിഞ്ഞപ്പം നെഞ്ചുപൊട്ടി കരഞ്ഞവരാ ഞങ്ങള്. ഇപ്പൊ ഒരു ദുരാത്മാവ് പോലെ തിരിച്ചു വന്നിട്ടുണ്ട്. ശിവാനിയെ കണ്ട അവളുടെ ആങ്ങളെ വകവരുത്തിയത് ഇവിടെ ഉള്ളവരാണെന്ന് മതികലം മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കും. എന്തിനാ ഇപ്പൊ ഇവിടെയുള്ള മനസമാധാനം കൂടെ കളയാൻ. ശാരദ, അച്യുത, നിങ്ങളുടെ കണ്ണ് എപ്പോഴും ഇവിടെ ഉണ്ടാവണേ. മോളെവിടെ പോയതാ? ഞാൻ വയലോരം വീട്ടിലേക്കൊന്ന് പോയതാ. ഞാൻ മരിച്ചെന്ന വാർത്ത കേട്ട് തുള്ളിച്ചാടിയ കൂട്ടരാണല്ലോ. അപ്പോ എന്റെ തനി സ്വരൂപം നേരിൽ കാണിച്ചു കൊടുക്കണ്ടേ? അതിനാ പോയത്. കാണിച്ചു കൊടുത്തു. ശരിക്കും നടുങ്ങിയിരിക്കാ ഇപ്പോ വയലോരം വീട്. അത് നന്നായി മോളെ.
എന്റെ മോള് മരിച്ചിട്ടില്ലെന്നും പഴയതിനേക്കാൾ ശക്തിയായി തിരിച്ചെത്തിയെന്നും ആദ്യം അറിയേണ്ടത് ആ വയലോരം വീട്ടുകാർ തന്നെയാ. അവിടെ നല്ലൊരു ബോംബ് പൊട്ടിച്ച ശേഷം മനസാക്ഷിയില്ലാത്ത മനസ്സജനെയും കാണാൻ പോയിരുന്നു ഞാൻ. ആ പൊട്ടിപ്പെണ്ണ് കുട്ടിമണിയെ ചികിത്സിക്കുന്ന സ്ഥലത്തേക്ക്. അകത്ത് ചാവാൻ കിടക്കുന്ന കുട്ടിമണിക്ക് പുറത്ത് കാവലിരിക്കുക മനസ്സജൻ. മനസ്സിന്റെ ഭാര്യ അവിടെ ചികിത്സയിലാണല്ലേ? തമ്പിയോട് കണക്കുകൾ തീർക്കുമ്പോൾ അതിന്റെ ഒരു വിഹിതം മനസ്സിനും കൊടുക്കണം. തമ്പിയുടെ ഏറാൻ മുളിയായി നടന്നതും തമ്പിക്ക് വേണ്ടി പലതും ചെയ്തതും മനസ്സിനാണല്ലോ. എല്ലാറ്റിനും പലിശ ചേർത്ത് കൊടുക്കണം. ആദ്യം തമ്പി, പിന്നാലെ ഓരോരുത്തരായി. കണക്ക് പുസ്തകം തുറന്നതല്ലേ ഉള്ളൂ. എന്റെ നഷ്ടങ്ങളുടെ പേജിൽ ഇനി ലാഭക്കണക്കുകൾ മാത്രം എഴുതി ചേർക്കണം. വയലോരം വീട് എന്റെ കണക്കിലില്ല. തമ്പിയും മനസ്സിജനും അവരാണ് എന്റെ ഉന്നം. അവർക്ക് കൊള്ളുമ്പോ അത് വയലോരം വീടിനെ ബാധിക്കും ഡാഡി. ഇവിടുത്തെ സന്തതിയാണല്ലോ ഇപ്പൊ മഹാദേവൻ തമ്പിയുടെ മാനസപുത്രനായി ബാംഗ്ലൂരിൽ വാഴുന്നത്. പരേതനായി ജീവിക്കുന്ന എന്റെ ഭർത്താവ് ആ രവി. ഇവിടെ അടിക്കുന്ന അടി അവിടെ കിട്ടണം. അതിനെല്ലാം ഞാൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് മോളെ. 1 by 1 ആയി എല്ലാം നടക്കും. ഒന്ന് ചിന്തിക്കാൻ പോലും അവർക്കാർക്കും സമയം കിട്ടില്ല. മോളെ, പലതും ഇപ്പോഴും അങ്ങോട്ട് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തൊക്കെയാ നടന്നത്? നീ കാണിച്ചതും പറഞ്ഞതും ഒക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയെ എടി പൊടിയെന്നും രാക്ഷസിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ. ദ്രോഹിച്ചിട്ടുണ്ട്. എല്ലാം ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയായിരുന്നു. അതൊക്കെ എനിക്കിപ്പോ ബോധ്യമായി. പക്ഷേ ആ സമയത്ത് ഞാൻ അനുഭവിച്ച പ്രയാസം, എന്നെ തള്ളിപ്പറഞ്ഞ് നീ ആ തമ്പിയും കെട്ടിപ്പിടിച്ച് നടന്നപ്പോ സത്യത്തിൽ എന്റെ ചങ്ക് തകർന്നു പോയി മോളെ. സോറി അമ്മേ. അമ്മയെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എനിക്കെന്റെ ലക്ഷ്യം മാത്രമായിരുന്നു മുന്നിൽ. ഞാനത് നേടുകയും ചെയ്തല്ലോ. സർട്ടിഫിക്കറ്റ് പ്രകാരം എനിക്ക് ഭ്രാന്തുണ്ട്. ആ സർട്ടിഫിക്കറ്റാ ഇനി അങ്ങോട്ട് എന്റെ പടച്ചട്ട. നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ബുദ്ധിയുടെ കാര്യത്തിൽ നീ എന്നെ കടത്തി വെട്ടിക്കളഞ്ഞില്ലേ? എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കാം. മോളുടെയും മോളുടെ ഡാഡിയുടെയും പുതിയ അവതാരം കണ്ട് സകലരും നടുങ്ങിയിട്ടുണ്ട്. ഇനി ആ നടുക്കം കൂട്ടണം. ഓരോന്നായി ഓരോരുത്തരെയായി പൊളിച്ചെടുക്കാൻ പോവുമല്ലേ ഞാൻ. ബായ്. പിച്ചളെ, ഞാൻ പിച്ചളെ വിളിക്കാനിരിക്കുമായിരുന്നു. എന്താണ് ബായ്? ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായോ? ഏയ്, ഇവിടെ നിന്ന് ഉണ്ടായിട്ടല്ല. കൃഷ്ണ ഡോക്ടർ തൊട്ടു മുമ്പ് വന്ന് കുട്ടുവിൻ്റെ വിവരങ്ങൾ പറഞ്ഞു പോയതേ ഉള്ളൂ. അവരുടെ വാക്കുകളിൽ നിന്ന് അകത്ത് ഇരുട്ടുമുറി കിടക്കുന്ന കുട്ടുവിനെ കാണാനാവും. അതിന്റെ സന്തോഷം കെടുത്താനായിട്ട് ഓരോന്നിങ്ങോട്ട് അവതരിച്ചോളും. ആ മതികല എവിടെയും വന്നോ? വന്നു പിച്ചളെ. എന്തൊക്കെയോ അട്ടഹസിച്ചിട്ടാ ഇവിടുന്ന് പോയത്. ഒരു കാര്യം ഉറപ്പാ, കൃത്യമായ കണക്കുകൂട്ടലോടെയാ മതികല അവതരിച്ചിരിക്കുന്നത്. അതെ ബായ്, അവൾക്ക് മുഴുത്ത ഭ്രാന്ത് തന്നെ. ആളെ ദ്രോഹിച്ചാലും കൊന്നാലും തീരാത്ത ഒരു തരം ഭ്രാന്ത്. അതെ, വയലോരം വീട്ടിൽ പോയിന്നും കുഞ്ഞുമണിക്ക് ഉമ്മ കൊടുത്തു എന്നൊക്കെ എന്നോട് പറഞ്ഞു. ബായ്, അതിനേക്കാൾ ഗുരുതരമായ വേറൊരു പ്രശ്നമുണ്ട്. എന്താ? ശിവാനി. വയലോരം വീടിനെയും നമ്മളെ എല്ലാവരെയും ഇല്ലാതാക്കാനുള്ള ഒരു ബോംബ് കയ്യിലുണ്ട് എന്നാ മതികല പറഞ്ഞത്. ആ ബോംബ് വയലോരം വീട്ടിൽ തന്നെ ഉണ്ട് എന്നും പറഞ്ഞു. ആ ബോംബ് വേറെ ഒന്നുമല്ല, ശിവാനി തന്നെ. ശിവയുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളാണല്ലോ മതികല. അതൊക്കെ വള്ളിപുള്ളി തെറ്റാതെ ശിവാനിയോട് മതികല പറഞ്ഞ അതൊരു ബോംബായി തീരില്ലേ? അതെ ബായ്, ശിവാനി ഒരു ബോംബ് തന്നെയാണ്.